പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ WWE NXT വീക്ക്ലി എപ്പിസോഡിൽ പുതിയ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഒബ ഫെമി എന്ന് പറയുന്ന റെസ്ലർ ആരാണ്, അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ പുതിയ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകൾ ഇപ്പോൾ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചും പിന്നീട് പങ്കുവെക്കുന്നത് ജിന്ദർ മഹാലിൻ്റെ ഒരു കരിയർ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഇന്ന് എന്താണ് റെസ്ലിംഗ് ലോകത്ത് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്നത് പുതിയ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഒബ ഫെമി എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഐസക് എന്നാണ് ഒബ ഫെമിയുടെ യഥാർത്ഥ പേര്. 2001 നൈജീരിയയിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഹൈസ്കൂൾ തലത്തിൽ ഷോട്ട് പുട്ട് എന്ന് പറയുന്ന മത്സര ഇനത്തിൽ കുറേയധികം മെഡലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ഹൈസ്കൂൾ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കും അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്കിലുള്ള കഴിവും എല്ലാം കണ്ടുപിടിച്ച WWE കോളേജ് തലത്തിൽ നിന്ന് അത്ലറ്റിക്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് WWE പെർഫോമൻസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് പെർഫോമൻസ് സെൻറ്ററിലേക്ക് WWE ഭാഗമായി ഒബ ഫെമി എത്തുന്നത്. 2021 കൂടിയിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ആ ഒരു താരം എത്തുന്നത്. പിന്നീട് ഒബ ഫെമി എന്ന ആ ഒരു റിംഗ് നെയിം സ്വീകരിക്കുകയും NXTയുടെ തന്നെ ലെവൽസ് അപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും പിന്നീട് ചെറിയ രീതിയിൽ NXTയുടെ മെയിൻ ബ്രാൻഡിൽ വന്ന് മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അപ്പോഴൊന്നും കൃത്യമായ സ്റ്റോറി ലൈനോ മത്സരങ്ങളോ ലഭിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്നത് 2023 ഡിസംബറിൽ പ്രഖ്യാപിച്ച NXT ബ്രേക്കൗട്ട് ടൂർണമെൻ്റാണ്. അതിലേക്ക് ഒബ ഫെമിയെ ആഡ് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫിസിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആകാര ഭംഗിയും എല്ലാം കണ്ടവർ പറഞ്ഞത് ബ്രേക്കൗട്ട്സ് ടൂർണമെൻറ്റ് ഈ പ്രാവശ്യം വിജയിക്കാൻ പോകുന്നത് ഒബ ഫെമി ആയിരിക്കുമെന്നാണ്. അതേ ഒരു രീതിയിലേക്ക് തന്നെയാണ് ആ ഒരു ടൂർണമെൻറ്റും പോയത്. കഴിഞ്ഞ ആഴ്ച NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വെച്ച് ബ്രേക്കൗട്ട്സ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഒബ ഫെമി വിജയിക്കുന്നു. ഈ ഒരു ആഴ്ച NXT എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ലെക്സിക്സ് കിങ്ങിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്രാഗൻ ലീ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്തതിന് ശേഷം ഒബ ഫെമി ആ ഒരു ബ്രേക്കൗട്ട്സ് ടൂർണമെൻറ്റിൽ വിജയിച്ച് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഗ്യാരൻറ്റീഡ് ടൈറ്റിൽ ഷോട്ട് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഡ്രാഗൻ ലീക്കെതിരെ ഉപയോഗിക്കുന്നു. ഒബ ഫെമിയും ഡ്രാഗൻ ലീയും തമ്മിലുള്ള പെട്ടെന്നുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒബ ഫെമി ഡ്രാഗൻ ലീയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 10ൽ താഴെ മത്സരങ്ങൾ മാത്രമാണ് NXTക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലും ഒബ ഫെമി റെസ്ലിംഗ് റിങ്ങിൽ വേണ്ടി പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കും തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കമ്പനിയിലെ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒബ ഫെമിയുടെ പ്രായം 22 വയസ്സ് മാത്രമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രായത്തിൽ കവിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആകാര ഭംഗി, അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും റെസ്ലേഴ്സിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒബ ഫെമിക്ക് ഒരു ഭാവി മുന്നിലുണ്ട്. NXTയിൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ മെയിൻ റോസ്റ്ററിലേക്ക് എത്തുമ്പോൾ ഒബ ഫെമിയെ കാത്തിരിക്കുന്നത് വലിയ വലിയ അച്ചീവ്മെൻറ്റ്സുകളായിരിക്കും. ഒബ ഫെമിയുടെ അല്ലെങ്കിൽ WWEയുടെ ഭാവി വേൾഡ് ചാമ്പ്യൻ, റെസ്ൽമേനിയ മെയിൻ ഇവൻറ്റർ എന്നുള്ളൊരു രീതിയിലേക്കുള്ള ഒരു താരത്തിൻ്റെ ഉദയം ഇന്നത്തെ NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലൂടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗ് പുതിയ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഇമ്പാക്റ്റ് റെസ്ലിംഗ് എന്ന പേരിൽ നിന്ന് പഴയ TNA റെസ്ലിംഗിലേക്ക് ഈ ഒരു ആഴ്ചയോടുകൂടി ഔദ്യോഗികമായി മാറാൻ പോകുന്ന TNA റെസ്ലിംഗ് അവർ ഈ ഒരു ആഴ്ച തന്നെ എല്ലാ പുതിയ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിസൈനുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടിരുന്നു. അതിന് പ്രകാരം TNAയുടെ എക്സ്ഡിഷൻ ചാമ്പ്യൻഷിപ്പ്, ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, ഡിജിറ്റൽ മീഡിയ ചാമ്പ്യൻഷിപ്പ്, പുതിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുതിയ ഡിസൈനുകളാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പഴയ ഇമ്പാക്റ്റിൻ്റെ ടൈറ്റിലിനേക്കാൾ കുറച്ചും കൂടി മികച്ച രീതിയിലുള്ളൊരു ഡിസൈൻ ആണെന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ഞായറാഴ്ചയാണ് TNA എന്ന പേരിലേക്ക് മാറി ഹർഡ് ടു കിൽ എന്ന പേരിലുള്ള പുതിയ പ്രീമിയം ലൈവ് ഇവൻറ്റ് TNA നടത്താൻ പോകുന്നത്. എന്തായാലും പഴയ ഒരു TNAയുടെ പേര് തിരികെ വരുമ്പോൾ കൂടുതൽ ആരാധകരുടെ ശ്രദ്ധ കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു. TNAയുടെ ഹാർഡ് ടു കിൽ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റ്സുകൾ പങ്കുവെക്കാം. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഫോർമർ WWE ചാമ്പ്യനായ ജിന്ദർ മഹാലിൻ്റെ കരിയർ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. AEW ഓണറായ ടോണി ഗൻ ഏറ്റവും അവസാനമായി കഴിഞ്ഞ WWEയുടെ റോ എപ്പിസോഡിലെ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നു.
ട്വീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ടോണി ഖാൻ ഉദ്ദേശിച്ചത്. AEW റെസ്ലറായ FTW ചാമ്പ്യനായ ഹൂക്ക് സമവ ജോ എന്ന AEW വേൾഡ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്തത് ഹൂക്കിന് കൃത്യമായ ഒരു വിന്നിംഗ് സ്ട്രീക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ജിന്ദർ മഹാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തിനെ ചലഞ്ച് ചെയ്തത് എന്നുള്ളതാണ് AEW ഓണറായ ടോണി ഖാൻ ചോദിക്കുന്നത്. ജിന്ദർ മഹാൽ ഒരു വർഷത്തിലേറെയായി ഒരു മത്സരം വിജയിച്ചിട്ട് എന്നുള്ള ഒരു കാരണമാണ് ടോണി ഖാൻ മുന്നോട്ട് വെക്കുന്നത്. AEW ഓണർ WWE സ്റ്റോറി ലൈനുകളിൽ എന്തിന് ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്നത്. അതിലുപരി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യം ജിന്ദർ മഹാലിൻ്റെ മറുപടിയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഹൂക്ക് എന്നുള്ളതാണ് ജിന്ദർ മഹാൽ ചോദിക്കുന്നത്. തന്നെ കാണേണ്ടവർക്ക് മൺഡേ നൈറ്റ് റോ വെച്ച് കാണാനും സാധിക്കുമെന്നുള്ളതും ജിന്ദർ മഹാൽ പറയുന്നുണ്ട്. പിന്നീട് ജിന്ദർ മഹാൽ തന്നെ ആ ഒരു ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മറുപടി അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ടോണി ഖാൻ പിന്നെയും USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന അമേരിക്കയിൽ റോ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെ കളിയാക്കിക്കൊണ്ടും ട്വീറ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. ജിന്ദർ മഹാലിൻ്റെ ഒരു വിജയം നിങ്ങൾ വലിയൊരു പ്രാധാന്യം പോലെ എടുക്കുന്നില്ല. ജിന്ദർ മഹാൽ വെറുതെ ഒരു ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോണി ഖാൻ വെറുതെ WWE കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റെസ്ലിംഗ് ലോകത്ത് ടോണി ഖാനെതിരെ ഇപ്പോൾ വലിയൊരു ചേരി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടോണി ഖാൻ AEWൻ്റെ തന്നെ മര്യാദക്ക് ശ്രദ്ധിക്കുന്നില്ല. AEWൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് മര്യാദക്ക് ഒരു മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ടാണ് WWE സ്റ്റോറി ലൈനുകളിൽ വന്ന് അഭിപ്രായം പറയുന്നത്. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് അഭിപ്രായം പറയുമ്പോൾ ടോണി ഖാന് തലക്ക് സ്ഥിരതയില്ല എന്നുള്ളതാണ് ആരാധകർ പങ്കുവെക്കുന്നത്. ജിന്ദർ മഹാലിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് അത് തുടർന്നും കിട്ടിയാൽ ജിന്ദർ മഹാലിൻ്റെ കരിയർ മാറ്റിമറിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ആഴ്ച റോക്കിൻ്റെ ഒപ്പം ഒരു സെഗ്മെൻറ്റ് ജിന്ദർ മഹാലിന് ലഭിച്ചു. ഈ ആഴ്ച നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ലഭിച്ചു. സോഷ്യൽ മീഡിയയിൽ വലിയൊരു സപ്പോർട്ടും ജിന്ദർ മഹാലിന് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ആരാധകരുടെ ഒരു പിന്തുണ ജിന്ദർ മഹാലിന് കിട്ടുന്നു. അങ്ങനെ ജിന്ദർ മഹാലിന് വലിയ പിന്തുണ കിട്ടുമ്പോൾ അത് ഭാവിയിൽ കൂടുതൽ സ്റ്റോറി ലൈനുകൾ ജിന്ദർ മഹാലിലേക്ക് എത്തുന്നതിൽ വലിയ കാര്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കൂടുതൽ അവസരങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് പുറത്തേക്ക് വരികയും അദ്ദേഹത്തിന് കൂടുതൽ പുഷുകൾ കിട്ടുകയും ചാമ്പ്യൻഷിപ്പ് റണ്ണുകൾ കിട്ടുകയും നല്ല സ്റ്റോറി ലൈനുകൾ ചെയ്യാനും സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജിന്ദർ മഹാലിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായി ഇന്ന് നമുക്ക് ഈ ഒരു ദിവസം ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ എന്തായാലും ജിന്ദർ മഹാൽ ടോണി ഖാൻ ആ ഒരു ഇഷ്യൂ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.